മക്കളെ, ഈ ഓട്ടിസമുള്ള മക്കളുണ്ടാവും, ഹൈപ്പർ ആക്ടിവിറ്റി, അവരൊക്കെ നിങ്ങൾ ഓർക്കണം. ഇപ്പോഴ് അകലങ്ങളിലെ ദൂരങ്ങളിലെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓട്ടിസം ഉള്ളവരാണെങ്കിൽ അവരെ കൊണ്ടുവന്ന് അടുത്ത് നിർത്തി അവരുണ്ടെങ്കിൽ അവിടെ പിടിച്ച് നിർത്താം. അല്ലെങ്കിൽ ഈ ഉടമ്പടി എപ്പോഴാണ് ഇനിയും നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടാൻ പറ്റും, ആ സമയത്ത് നിങ്ങളെ കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മൊബൈൽ ഓൺ ചെയ്ത് ഈ സെയിം പ്രാർത്ഥന എടുത്ത് നിങ്ങളെ വിശ്വാസപ്രമാണം ചൊല്ലി കുഞ്ഞിൻ്റെ ശിരസ് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. എല്ലാ രോഗികളും അങ്ങനെ തന്നെയാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് രോഗികളെ അടുത്ത് കിട്ടുന്നത്, ആ സമയത്ത് വിളിച്ച് അടുത്ത് നിർത്തി മൊബൈൽ ഓൺ ചെയ്ത് നിങ്ങൾ ഈ പ്രാർത്ഥന ഓൺ ചെയ്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ പ്രാർത്ഥന കേട്ട് കൂടെ പ്രാർത്ഥിക്കേണ്ടതാണ്. എപ്പോഴും ഓട്ടിസം ഉള്ളവർ അവരുടെ കുഞ്ഞുങ്ങളെ ഓർക്കേണ്ടതാണ്. ഇവിടെ തീർത്ഥാടന ഉടമ്പടിയായിട്ട് ഇവിടെ നിൽക്കുന്നവർ ഓർക്കുക. അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ മക്കളെ വേദന അനുഭവിക്കുന്ന ഒരു രോഗമാണ്. എനിക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓട്ടിസം കൂടുന്നതെന്ന് അറിയത്തില്ല. വിവാഹപ്രായം കൂടുന്നവരിലാണിത് കണ്ടുവരണത് കൂടുതലായിട്ട്. എല്ലാവരും അല്ല, കുറേ പേര് വിവാഹപ്രായം ചില കാര്യങ്ങൾ കൊണ്ട് മാറ്റിവെക്കുന്നവരിൽ ഇത് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ പരിഹരിക്കണമേ. പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. നമ്മുടെക്ക് ദൈവം നൽകിയിട്ടുള്ള ശാസ്ത്രബോധം ഉണ്ടല്ലോ, അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ശാസ്ത്രബോധത്തിലൂടെയും ദൈവം തന്നെയാണ് പ്രവർത്തിക്കണമെന്ന് ഓർക്കണം. അത് ശാസ്ത്രം വേറൊരു സബ്ജക്റ്റ് അല്ല. ദൈവം മനുഷ്യന് കൊടുത്ത ബുദ്ധിയിൽ നിന്നുണ്ടായ ഒരു ഉൽപ്പന്നമാണത്. അപ്പം നമുക്കൊരു ബുദ്ധിയില്ലേ, അതിൽ നിന്നല്ലേ നമുക്ക് വിവേചനവും നന്മതിന്മ അറിയാൻ പറ്റണത്. അതുപോലെ തന്നെയാണ് ശാസ്ത്രം. മനുഷ്യൻ്റെ ഉൽപ്പന്നമാണത്, ദൈവം കൊടുത്തിട്ടുള്ള കൃപയാണ്. നമുക്കത് ഫോളോ ചെയ്യണം. അത് നന്മയ്ക്ക്, ആത്മാവിനെ നഷ്ടപ്പെടുത്താതെയാണ് ശാസ്ത്രബലങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതേ ഉള്ളൂ. നമുക്ക് എന്ത് ഉപയോഗിക്കാമല്ലോ, ശാസ്ത്രമാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കരുത്. ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയോ ഇല്ലയോ, നിത്യതയിൽ എത്തിച്ചേരാൻ പറ്റുകയോ ഇല്ലയോ, അതിനെക്കുറിച്ച് നിത്യതയുടെ പുസ്തകം, കർത്താവിൻ്റെ വചനം എന്നാ പറയണം നോക്കിയിട്ട് വേണം ആ വചനത്തിൻ്റെ വ്യാഖ്യാനവും പുനഃക്കാലത്തെ വ്യാഖ്യാനവും സഭയുടെ നിലപാടും ഒക്കെ. അങ്ങനെയാണ് സഭയുടെ നിലപാടൊക്കെ നമുക്ക് പ്രാധാന്യമാകുന്നത്. അങ്ങനെയാണ് വചനത്തിൻ്റെ കാലികമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് പറയേണ്ടത്. ഈ കാലത്തിൽ വചനം സഭയെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് സഭയുടെ പഠനങ്ങൾ, അതിവിശുദ്ധമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് സഭയുടെ പഠനങ്ങൾ എന്താണെന്ന് നോക്കണത്. അല്ലാതെ ഈ ജീവിതമേ ഉള്ളു, വയറ് തന്നെയാണ് ദൈവമെന്നും പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർക്ക് സഭയുടെ പഠനങ്ങളൊന്നും വലിയ വിഷയമല്ല. പക്ഷേ നിത്യത വരെ പോകണമെന്ന് ചിന്തിക്കുന്നവർ സഭയുടെ പഠനങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ നോക്കുവർ. നിങ്ങൾ തൻ്റെ മുമ്പാകെ വിശുദ്ധിയിൽ ജീവിക്കാനല്ലേ നമ്മളോട് പറഞ്ഞിരിക്കണം. ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം അതാണല്ലോ. അപ്പോൾ ആ വഴിക്കാണ് നമ്മൾ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടത്. ഇപ്പം ജോലിയില്ലാത്തവരച്ഛൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ എടുത്ത പൊങ്ങാത്ത കടമുള്ളവർ, ഭ്രാന്തന്മാരായ മക്കളുള്ളവരുണ്ട്. അവരൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അപ്പനമ്മയൊക്കെ അടിച്ചു കൊല്ലാൻ, ഉറങ്ങാൻ പേടിയായി വീട്ടിൽ കിടന്ന്. ഈ മൃഗം ചാടി എഴുന്നേറ്റ് നമ്മളെ കൊന്നുകളയുമെന്നുള്ള അമ്മമാർ, പെറ്റ അമ്മമാർ തന്നെ പേടിക്കണ അവസ്ഥകളുണ്ട്. അവരെല്ലാം നിങ്ങളൊന്ന് കണ്ണീരോടെ ഓർത്തേ. കുറേ പേര് ഉടമ്പടി ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ. മക്കളെ പേടിച്ച് ജീവിക്കുന്നവർ, മക്കളുടെ തെറ്റായ പ്രണയബന്ധം, ഭ്രാന്ത് കയറിയിട്ടില്ല. ചില പ്രണയഭ്രാന്ത് വരും. പ്രണയം ചിലർക്ക് ഭ്രാന്തായി പോകത്തില്ലേ, അതിനാണ് ഈ കൈവിഷം എന്നൊക്കെ ആൾക്കാർ ചുമ്മാ പറയണത്. പ്രണയഭ്രാന്ത. അപ്പം അതിനകത്ത് കുറേ പെൺപിള്ളേർ പെട്ടെന്ന് വശത്തായി കളയും. ഇവിടെ വിദ്യാഭ്യാസമൊന്നും അത് വർക്ക് ചെയ്യത്തില്ല. അപ്പം ഈ വികാരം ഈ വിദ്യാഭ്യാസത്തിന് മുകളിലാണ് പലപ്പോഴും. അതുകൊണ്ടാണ് ഈ വലിയ വലിയ പഠിപ്പുള്ളവരൊക്കെ ചുമ്മാ പോയി അകപ്പെട്ടു പോണതിൻ്റെ കാര്യം അതാണ്.
അപ്പം അതൊക്കെ നിസ്സാരമല്ല. പിന്നെ എപ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പോകുന്നില്ലല്ലോ, അതെപ്പോഴും ഓർക്കണം. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് പോകുന്നവരുണ്ട്. പെമ്പിള്ളേരൊക്കെ ബിയർ അടിച്ച് തുടങ്ങുന്നവരുണ്ട്. പിന്നെ അതിനുശേഷമാണ് പിന്നീട് വേറെ കാര്യങ്ങളൊക്കെ അവരെ കൈകാര്യം. അവർ പിൻസീറ്റ് ഡ്രൈവിങ് നടത്തുന്ന വല്ല പൂവാലന്മാരുണ്ടെങ്കിൽ അവനൊക്കെ പറയണ കേട്ട് അടിപ്പെട്ട് വിദ്യാഭ്യാസം പോയി, ജീവിതവും പോയി, ചിന്തയും പോയി. പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ സെക്സൈറ്റെ കണ്ട് മലീമസമായി വൃത്തികേടായി തല കിളിപോയി നടക്കുന്ന പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ ഉണ്ട്. അവരുടെ അമ്മമാരും അപ്പന്മാരും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. മാതാവേ, അവരെല്ലാം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് ചത്തനായനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുക. ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, ജീവിതം ലൈഫ് നഷ്ടപ്പെട്ട് മറ്റ് ലഹരിക്ക് അടിപ്പെട്ടു പോയവർ, ചുമ്മാ നിഗൂഢമായ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നൊരു കർത്താവേ, അവരെല്ലാം കർത്താവെ മരികുരീത്തിനെ പോലെ കർത്താവെ അവരെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ശക്തി അവരെ കൊഴുകണമേ. എല്ലാവിധ തിന്മയുടെ തകർച്ചയിൽ അകപ്പെട്ടു പോയവരെ, ഭർത്താക്കന്മാരുണ്ടാകാം, ചിലപ്പോൾ ഭാര്യമാർ വരെ ഉണ്ടാകാം, അല്ലെങ്കിൽ മക്കളുണ്ടാകാം, മോശമായ സാഹചര്യങ്ങളിലും ചിത്തയായ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയി, ശീലങ്ങളിൽ അകപ്പെട്ടു പോയി കർത്താവിൻ്റെ അവിടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാരക തടസ്സങ്ങളും മാരക ശീലങ്ങളും യേശുവിന്റെ നാമത്തില് നിർവീര്യമാകട്ടെ. ജീവിത തടസ്സ മേഖലകളിലും ആത്മാവിന്റെ ശക്തി നിറയുവാൻ കരുണയാകണം. ഈ ആഴ്ചയിൽ 3 സാക്ഷ്യങ്ങള് ഏതാണ്ട് ഒരേ ദൈവ മനസ്സ് വെളിപ്പെടുത്തുന്ന 3 സാക്ഷ്യങ്ങളുണ്ടായി. അത് 3 സാക്ഷ്യങ്ങളുടെ ഒരു നേച്ചർ പറയാം. സാക്ഷ്യങ്ങൾ ഈ ആഴ്ചയിൽ ഒത്തിരി ഉണ്ടായി. അതല്ല, ഞാൻ 3 സാക്ഷ്യങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഏതാണ്ട് പെക്യുലറായിട്ടുള്ള ഒരേ നേച്ചർ കീപ്പ് ചെയ്യുന്ന ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് കണ്ണൂരാണ്. ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യമാണ്. ക്രിസ്റ്റി ജോസഫ് ചെറുപ്പക്കാരനാണ്. ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യം അയാൾ പറയണത്, എനിക്ക് ദൈവം ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ആ സാക്ഷ്യമാണ് എന്നെ വളരെ സ്പർശിച്ചത്. എനിക്ക് ദൈവം ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അവിശ്വാസിയൊന്നുമല്ല, പക്ഷെ എനിക്ക് ദൈവമായിട്ട് പേഴ്സണൽ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വാസ നിഷേധിയൊന്നുമല്ല. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടതാണ്, എനിക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഒരു അവയർനെസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ വന്നല്ല അദ്ദേഹം പറയണത്. ഉടമ്പടി എടുത്തപ്പോൾ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അല്ലെങ്കിൽ വളരെ വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണിത്. ക്രിസ്റ്റി ജോസഫ് ഒരു മിടുക്കനായ ചെറുപ്പക്കാരനാണ്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. നല്ല വിദ്യാഭ്യാസത്തിൽ കുതിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിനൊരു ഫ്ലോപ്പില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് 90% മാർക്ക് എല്ലാത്തിലും കൂടുതലുള്ള ആളാണ്. അപ്പോൾ അയാൾ IELTS പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ താനിങ്ങനെ എല്ലാത്തിനും പോകുന്ന ആളാണ്. അയാൾ അത് കണ്ടൻ്റ് ആൻഡ് കോൺഫിഡൻ്റ് ആണ്. അതാണ് പ്രശ്നം. ദൈവത്തെ ഒരു ആവശ്യമില്ലാതെ തോന്നണത് മേ ബി എ ട്രാജഡി. നമ്മുടെ ഒരു ട്രാജഡി എന്ന് പറയണത് ദൈവത്തെ ഒരു ആവശ്യമില്ലാതെ തോന്നണത് തന്നെയാണ്. അതുതന്നെയാണ് ധനവാനെന്ന് പറയണത്. നമ്മൾ പറയുന്ന പണക്കാരനല്ല ധനവാൻ, ബൈബിളിലെ ധനവാൻ. ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരവസ്ഥ മാനസികമായി തോന്നണ
ആൾക്കാർ ധനവാന്മാരാണ്. അതിനാണ് പോർ സ്പിരിറ്റ് മത്തായി ശ്ലീഹ പറയണത്, ആത്മന ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വെച്ചാൽ എനിക്കൊന്ന് വിരൽ ഞൊടിക്കണമെങ്കിൽ പോലും എൻ്റെ കർത്താവ് എന്നെ കനിയണമെന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരാണ് ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് എനിക്കില്ലെങ്കിൽ ഞാൻ ദരിദ്രനാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ. അതാണ് ആധ്യാത്മികതയുടെ ആദ്യ സ്രോതസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങളൊന്നാണ് റിജോയ്സ് ആൻഡ് ഹൗസ് ഇറ്റ് സ്വീറ്റ് വിത്ത് ദ ലോർഡ്. എന്ത് മധുരമുള്ളതാണ് കർത്താവെന്ന്. കർത്താവ് ബേസിക്കലായിട്ട് ദൈവത്തിൻ്റെ രുചി എന്താണ്? മധുരമാണ്. കവർപ്പല്ല, ചവർപ്പല്ല, കയ്പല്ല. The basic taste of Jesus is sweetness. The basic taste of Jesus is not bitterness. കയ്പല്ല, കവർപ്പല്ല, ചവർപ്പല്ല. ഇറ്റ് ഈസ് സ്വീറ്റ്നെസ്, മധുരമാണ്. ദാറ്റ് മീൻസ് ദൈവ പൈതലേ, നിൻ്റെ ജീവിതം ഇപ്പോഴ് ഉറ്റവർ മരിച്ചു പോയ ഒരു അവസ്ഥയാകാം, അല്ലെ കടങ്ങൾ വന്നിട്ട് ജപ്തി നടപടി വന്ന അവസ്ഥയാകാം. ഇപ്പം നിനക്കത് കയ്പായിട്ട് തോന്നും. പക്ഷെ നിൻ്റെ കയ്പുകൾ മധുരത്തിലേക്കുള്ള ഒരു സാധ്യതയാണ്. ഈ കയ്പിനെ ബേസിക്കായിട്ട് അവസാനം വന്ന് നിൽക്കണ എവിടെയായിരിക്കും? മധുരത്തിലായിരിക്കും. കാര്യം ബേസിക്കായിട്ട് കർത്താവ് മധുരമാണ്. ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഈസ് ദ ലോർഡ് എന്ന് വെച്ചാൽ എത്ര മധുരമുള്ളതാണ് കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് കവർപ്പായാലും ചവർപ്പായാലും കയ്പായാലും അതെല്ലാം ക്രമേണ അവസാനിക്കാൻ പോണത് മധുരത്തിലായിരിക്കും. അതായത് സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. ഇതിന് ചില ഇംഗ്ലീഷില്ല, ആണ് ഞാൻ പറഞ്ഞത്. കർത്താവ് ഹൗ സ്വീറ്റ് ഇസ് ദ ലോർഡ്, ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഇസ് ദ ലോർഡ്. അതായത് കർത്താവ് എത്ര മധുരമുള്ളവനാണെന്ന് രുചിച്ചറിയുവിൻ. അതായത് നമ്മളെ കൃപാസനത്തിന് അൾത്താറയിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നാൽ, അതായത് നീ കവർപ്പോ ചവർപ്പോ കയ്പോ ഒക്കെയാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കൺവേർട്ട് ചെയ്ത് ഒടുവിൽ വരാൻ പോകുന്നത് മധുരത്തിലേക്കാണ്. കാരണം ബേസിക്കായിട്ട് ദൈവം മധുരമാണ്. മനസ്സിലായില്ലേ? അത് ഉറ്റവരുടെ മരണമായാലും നിൻ്റെ ജപ്തി നടപടിയായാലും പരീക്ഷയുടെ തോൽവിയായാലും നിൻ്റെ ജോലി നഷ്ടമായാലും ജപ്തി നടപടിയായാലും കറങ്ങിത്തിരിഞ്ഞ് ഇത് തിരിച്ച് മധുരത്തിലേക്ക് വരാൻ സാധ്യതയെന്ന് പറയുന്നത് അമ്മയാണ് നിന്റെ ജീവിതം മധുരിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. കർത്താവ് തന്ന ഓൺലൈൻ വ്യാഖ്യാനമാണ്. എന്താണ്? ബേസിക്കായിട്ട് ദൈവം മധുരമുള്ളവരാണെന്ന് ഞാനും കേട്ടിട്ടില്ല. ഇപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറയുമ്പോഴാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നിട്ട് ആത്മാവ് എന്താ പറഞ്ഞിരിക്കണത്? നീ ഇപ്പോൾ കയ്പിലാണ് ജീവിക്കണത് വിചാരിച്ചോ, അല്ലെങ്കിൽ നീ ചവർപ്പിലോ കവർപ്പിലോ ആണ് ജീവിച്ചിരിക്കണത്. പക്ഷേ ഇത് ക്രമേണ വെയിറ്റ് ആൻഡ് സീ, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ബൈബിൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ചെയ്യാൻ പറയും, അതായത് നീ കാത്തിരിക്കാൻ പറയും. കാത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ കാത്തിരിക്കുക, ദൈവസ്നേഹത്തിൽ കാത്തിരിക്കുക, പ്രത്യാശയിൽ കാത്തിരിക്കുക. 27 സങ്കീർത്തനം 14 തിരുവചനം വായിച്ചോളൂ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ഏറ്റു പറഞ്ഞ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം കാത്തിരിക്കുക എന്ന് വെച്ചാൽ വിശ്വാസികളോട് ദൈവം പറയുന്ന ഒരു നടപടിക്രമമാണ്. വെയിറ്റ് ചെയ്യാൻ പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ ബി സിംസൺ എന്ന് പറഞ്ഞൊരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചയുള്ള പി സിംസൺ കളിക്കവിള പാറശാലപ്പുറത്താണ്, കന്യാകുമാരിയില്ല. അത് ഭയങ്കര രസത്തെ ഡോക്ടർ CSI ആണ്. ഡോക്ടറുടെ അമ്മ പണ്ട് അക്രൈസ്തവയായിരുന്നു, പിന്നീട് CSI ആയതാണ്. പക്ഷേ CSI ആയതാണെങ്കിലും
ഡോക്ടറും ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെങ്കിലും ഡോക്ടറിൻ്റെ സാക്ഷ്യങ്ങൾ പറയണത് കേൾക്കാൻ നല്ല രസമാണ്. രസമല്ലേ അതായത് ഡോക്ടറിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങർക്ക് ഓൾ ഇന്ത്യ MD എൻട്രൻസ് എഴുതിയിരിക്കുക. ഓൾ ഇന്ത്യ MDയുടെ MBBS കഴിഞ്ഞു, MDക്കുള്ള മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടിയുള്ള എൻട്രൻസ് കഴിഞ്ഞു. അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര ഇൻ്റലിജൻ്റാണ്, നല്ല സ്കോർ ചെയ്യുന്ന ആളാണ്, നല്ല കോൺഫിഡൻസൊക്കെ ഉള്ള ആളാണ്. അതിൻ്റെ പേരിൽ പേഴ്സണൽ കോൺഫിഡൻസ് ഉള്ള ആളാണ്. ദാറ്റ് മീൻസ് ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ മെരിറ്റുള്ള ആളാണെന്നാണ്. ഉടമ്പടി എപ്പോഴും നോക്കുന്നത്, ഉടമ്പടിനെ ഈ നമ്മുടെ കപ്പാസിറ്റിയും നോൺ കപ്പാസിറ്റിയും അളക്കുന്നത് 2 വാക്കിലാണ്, മെറിറ്റ് ആൻഡ് ഗ്രേസിലാണ് പറയണത് എപ്പോഴും. ദാറ്റ് മീൻസ് ഹീസ് ബേസിക്കലി ഹീസ് എ മെറിറ്റോറിയസ് മാൻ. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ ഒരു കോളേജിൽ കിട്ടി, MD അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത് പ്രൈവറ്റാണ്. പ്രൈവറ്റായപ്പോൾ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ പറഞ്ഞു, ബന്ധുക്കളൊക്കെ പറഞ്ഞ് പ്രൈവറ്റെങ്കിൽ പ്രൈവറ്റ്, കിട്ടിയതിന് പോകുന്നതല്ലേ ബുദ്ധി എന്ന് ചോദിക്കും. അപ്പോഴേ ഇവരുടെ ഈ ഡോക്ടറിൻ്റെ അമ്മ പറയും, നമ്മളെ അങ്ങനെയല്ല, നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ, അപ്പം അമ്മ ഇതിനേക്കാൾ മെച്ചമായ കാര്യങ്ങൾ നമുക്ക് തരും. ആ സാക്ഷ്യത്തിൻ്റെ സഞ്ചാരം ഭയങ്കര രസമാണ് പോണത് കേൾക്കാൻ. ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറിനും ഉണ്ട് ആഗ്രഹം. കാര്യം പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും 1 കോടി 1.25 കോടി രൂപ വരും, ചിലവൊക്കെ വരും. അപ്പം നല്ല ബാങ്ക് പലിശയൊക്കെ വരും ശരിക്കും. പക്ഷേ എങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാൻ, മുന്നോട്ട് പോകണമെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 30-40 വയസ്സുള്ളപ്പോഴൊക്കെ കടമൊക്കെ തീരത്തുള്ളൂ ചിലപ്പോഴേ. പക്ഷേ എങ്കിലും ഹയർ സ്റ്റഡി ചെയ്യാതിരിക്കാൻ അവിടെ പിടിച്ചു നിൽപ്പില്ല MBBSകാർക്ക്. പക്ഷേ അമ്മ പറയും, നോ, നമ്മൾ ഉടമ്പടി എടുത്തതാണ്, അമ്മ മാതാവ് നമുക്ക് തരും, അമ്മ മാതാവ് ഇതിനൊക്കെ ബെറ്റർ ഓപ്ഷൻ തരും. അതാണൊരു വിശ്വാസം എന്ന് പറയണത്. കാത്തിരിക്കാൻ പറഞ്ഞില്ലേ, 27-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞില്ലേ, കാത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റേറ്റീവ് അപ്ഡേഷനാണത്. ഉടമ്പടി എടുക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഗുണനിലവാരമുള്ള ഒരു അപ്ഡേഷൻ സംഭവിക്കും. ചിലർക്കത് വല്ലാണ്ടങ്ങ് സംഭവിക്കും. ചിലർ ഇങ്ങനെ ഒരു മരക്കഴുത പോലെ എടുക്കണോ എടുക്കാത്തതൊക്കെ കണക്കാണെന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ ചിലർക്ക് ക്ലെയിമുണ്ട്, അവർക്ക് ക്ലെയിം വെച്ച് കളിക്കാനറിയാം. അവരമ്മ പറഞ്ഞു, നോ, നമ്മളെ പ്രൈവറ്റിൽ പോകേണ്ട കാര്യമല്ല, നമുക്ക് ക്ലെയിമുണ്ട്. നമ്മുടെ ക്ലെയിം എന്താ? ഉടമ്പടി എടുത്തിരിക്കണതാണ്. ഷീസ് നോട്ട് എ കാത്തലിക്, ഷീസ് CSI, റിട്ടേൺ ഫ്രം ദ ഹിന്ദു കമ്മ്യൂണിറ്റി. പക്ഷേ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ, അവരുടെ നിക്ഷേപം എന്താണ്? നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണതാണ്. അതുകൊണ്ട് ഇതിനേക്കാൾ മെച്ചമായ ഓപ്ഷൻ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലേട്ട് കൊള്ളാത്ത രീതിയിൽ അമ്മമാതാവ് നമുക്ക് ചെയ്തു തരും. പേര് ജെറാൾഡ്, തിരുവനന്തപുരം വലിയതറടവ് എന്ന് വരുന്നു. എൻ്റെ ഭാര്യയാണ് ഉടമ്പടി എടുത്തത്. 23/7/2022 ഉടമ്പടി എടുത്തത്. എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മകളുടെ ജീവിതകഥയാണ്. എൻ്റെ മരുമോനൊരു ബിസിനസ് തുടങ്ങിയായിരുന്നു. ആ ബിസിനസ് ഒരു 8-10 പേരെ റഷ്യയിലേക്ക് കൊണ്ടുപോവുകയും റഷ്യയിലെത്തിയപ്പോൾ അവിടുത്തെ ഏജൻറ്റ് അവിടെ നിന്ന് ഇവരെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മുങ്ങുകയും ചെയ്തു. അങ്ങനെ എല്ലാം വലിയ പ്രശ്നങ്ങളായി. ഈ കൊണ്ടുപോയ എല്ലാവരെയും 1.5-2 മാസം വരെ അവിടെ നിർത്തി എല്ലാ ചിലവും, ആഹാരവും എല്ലാ ചിലവും നോക്കി എൻ്റെ വരുമാനം അവിടെ നിന്ന് എല്ലാവരെയും തിരിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരേണ്ട അവസ്ഥ ഉണ്ടായി. എല്ലാവരെയും നാട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി. രാത്രിയും ഉച്ചയ്ക്കും എപ്പോഴും ആൾക്കാരുടെ ബഹളം, പൈസ തന്നവരുടെ ബഹളവും എല്ലാം ആയി. അപ്പോൾ എൻ്റെ മകൾ എൻ്റെ ചോദിച്ചു, അച്ഛാ ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് 2 സെൻറ്റ് സ്ഥലവും ഒരു വീട് മാത്രമാണ്. അതെൻ്റെ പേരിലാണ്. അതും ഞാൻ എൻ്റെ മരുമോൻ ബഹറിലായിരുന്നപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ബാങ്കിൽ ലോൺ വെച്ച് 5 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുത്തു. അവിടെ പോയപ്പോഴും അതും തകർച്ചയിലായി. എല്ലാം ആകപ്പാടെ തകർന്നു. ബാങ്ക്
വീട് ജപ്തി എല്ലാം കൂടി തകർന്ന സമയത്ത് ഞങ്ങൾ 6 പേര്, എൻ്റെ മോൾക്ക് 2 കൊച്ചുമക്കളാണ്, ഇതെൻ്റെ ഭാര്യ, എനിക്ക് ആകെ ഉള്ളത് ഒരു മോളാണ്. ഞങ്ങൾ ആത്മഹത്യ വക്കിലായിരുന്നു. എന്നുവെച്ചാൽ ഇനി ഒന്നുമില്ല, എന്ത് ചെയ്യണോ എന്നറിയാതെ ആത്മഹത്യ ചെയ്യാൻ നിന്ന അവസ്ഥയിൽ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം എന്ന് പറഞ്ഞു. വണ്ടി പോകണമെന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ എൻ്റെ സഹോദരിയുടെ മോളിലച്ഛൻ പറഞ്ഞു, കൃപാസനത്തിൽ വണ്ടി പോകണമെങ്കിൽ ആ ഡേറ്റ് ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തരണേന്ന് പറഞ്ഞു. അവർക്ക് എന്ത് വിട്ടുപോയെന്ന് തോന്നുന്നു. അവൾ എൻ്റെ ഭാര്യ തന്നെ അവളുടെ കൂട്ടുകാരത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഏതൊരു ശനിയാഴ്ച ദിവസം വണ്ടി പോകണുണ്ട്. അപ്പോൾ എൻ്റെ പറഞ്ഞു, ഞാൻ ഈ ശനിയാഴ്ച കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ എൻ്റെ മരുമോൻ്റെ പറഞ്ഞു, ഇന്ന് ഈ വിസ ബിസിനസ് ഒന്നും വേണ്ട. ഞാൻ എൻ്റെ മോളുടെ പറഞ്ഞു, ഈ കച്ചവടമൊന്നും വേണ്ട, മര്യാദ ഞാൻ വീട് വിറ്റെങ്കിലും നിങ്ങളെ ഞാൻ കയറ്റി അയക്കാം, നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവർ മദ്രാസിൽ പോയപ്പോൾ, അത് ഈ സിസ്റ്റത്തിൽ പറയാൻ വിട്ടുപോയതാണ്, അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഡേറ്റ് കിട്ടി. പക്ഷെ അവിടെ പോയപ്പോൾ ആ ഡേറ്റിന് വേറെ അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് 3 മാസം കഴിഞ്ഞിട്ട് അടുത്ത ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ മോള് ഫോണിൽ വിളിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ പാർത്തിയിൽ അച്ഛാന്ന് പറഞ്ഞു. ഇനി നമുക്ക് 3 മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞ അച്ഛാന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ ഉടനെ തന്നെ കൃപാസനത്തിൽ പ്രാർത്ഥിച്ചു. ആ ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല, എൻ്റെ മോളുടെ ഫോൺ വരുന്നു, അച്ഛാ അപ്പോയിൻമെൻറ്റ് കിട്ടി അച്ഛാന്ന് പറഞ്ഞുകൊണ്ട്. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഞങ്ങൾക്കത്. അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. 1.5 മാസം കഴിഞ്ഞിട്ടും റിസൾട്ടൊന്നും വരുന്നില്ല. ഒരു ദിവസം രാത്രി ആയപ്പോൾ എൻ്റെ മരുമോൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു. നിങ്ങൾ രാവിലെ ആകുമ്പോൾ, എൻ്റെ മരുമോൻ വീട്ടിലില്ലായിരുന്നു, വീട്ടിൽ നിന്നാൽ കടത്തുകാരെ കൊണ്ട് വലിയ പ്രശ്നമായതുകൊണ്ട് എൻ്റെ മരുമോൻ മാറി നിൽക്കുകയായിരുന്നു. മരുമോൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, നാളെ രാവിലെ 8:30 മണിക്ക് എംബസി പോയി ആ പാസ്പോർട്ട് എന്നെ കൈപ്പറ്റാൻ വേണ്ടി. ആ പാസ്പോർട്ട് കൈപ്പറ്റിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ വിസ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ മോളും വീട്ടിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പാസ്പോർട്ട് കിട്ടി പൊട്ടിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ വിസ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ വിസ അടിച്ചിട്ടുണ്ട്. വിസ അടിച്ചു 4 പേർക്കും, എൻ്റെ മരുമോനും മോക്കും 2 പിള്ളേർക്ക് വിസ അടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മോളിനെ ചോദിച്ചു, വീടാണെങ്കിൽ വീട് നോക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ പിന്നെ അവർക്ക് ചില ഇഷ്ടപ്പെടുന്നുണ്ട്, ചില വഴിയുടെ ചില പ്രശ്നമുള്ളതുകൊണ്ട് അവരൊന്നും അതും നോക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മോളിനെ ചോദിച്ചു, മോളെ എല്ലാം ആയി, ഇനി പൈസ എങ്ങനെ ആര് തരും? പൈസയ്ക്ക് നമ്മുടെ 5 പൈസയില്ല. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞൊരു വാക്കാണ്, അച്ഛൻ ചുമ്മാ ഇരുന്നാൽ മതി, അച്ഛനത് മാതാവ് കൊണ്ട് പൈസ തരും എന്ന് പറഞ്ഞു. അച്ഛൻ വീട്ടിൽ ഇരുന്നാൽ മാത്രം മതി, അമ്മ മാതാവ് അച്ഛനെ കൂടെ പൈസ തരുമെന്ന് പറഞ്ഞു. സത്യം 100% അമ്മ മാതാവ് തന്നെയാണ് ആ പൈസയെല്ലാം കൊണ്ട് ഒരു 6-7 ലക്ഷം രൂപ എന്നെ എത്തിച്ചത്. ഞങ്ങൾ ചോദിച്ചവരെല്ലാവരും, എൻ്റെ ഭാര്യയ്ക്ക് തിരുവനന്തപുരം തെക്കേട് ഹോസ്പിറ്റലിൽ ജോലിയുണ്ട്, അവളുടെ കൂടെ ജോലി ചെയ്യുന്ന സിസ്റ്റർമാരും നേഴ്സുമാരും എല്ലാം എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടൻ പേടിക്കണ്ട, ചേട്ടൻ എത്ര ലക്ഷം രൂപ വേണം, ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു. എൻ്റെ മക്കൾക്ക് പോകേണ്ട പൈസയും ഒരിടത്തും ഒരു കുറവും കൂടാതെ അമ്മ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു. ഇന്ന് എൻ്റെ മക്കൾ പിന്നെ പോർച്ചുഗലിലാണ്. ആ പോർച്ചുഗലിൽ പോയി ഇറങ്ങിയിട്ട് പോലും അവർ ടാക്സിയിൽ പോയി, ആ ടാക്സി കൊണ്ട് അവരെടുത്ത് നിർത്തിയിട്ട് അവർ ഇനി എന്ത് ചെയ്യണം അറിയാൻ നിന്നപ്പോൾ സാറാമ എന്ന് പറയുന്ന ഒരു മദാമ വന്ന് അവരെ ചോദിച്ചു, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് പൈസയേ ഉള്ളൂ, ഞങ്ങൾക്കൊരു വീട് വേണം, ജോലി വേണം, ഞങ്ങൾ ഇന്ന് വന്ന് എത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ സാറാമ്മ, എൻ്റെ മകൾ പോയിട്ട് 4 മാസമായി. സാറാമ്മയും റോസമ്മ എന്ന് പറയുന്ന 2 അമ്മമാർ എൻ്റെ മകളുടെ കൂടെ ഇന്നും എൻ്റെ മകളുടെ എല്ലാ കാര്യങ്ങൾക്കും, എൻ്റെ മരുമോന് ജോലിയാണെങ്കിലും, എൻ്റെ കൊച്ചുമക്കളുടെ സ്കൂൾ അഡ്മിഷനാണെങ്കിലും, ബാങ്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും ഞാൻ പറയുന്നത് അത് സാറാമ്മയും റോസമ്മയും അല്ല, അവരുടെ കൂടെ എൻ്റെ ഈ അമ്മ മാതാവാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. എനിക്ക് ഇത്രയും കൃപ തന്ന എൻ്റെ അമ്മ മാതാവിന് ഞാൻ ഒരു കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഇന്ന് എൻ്റെ ബാങ്കിൻ്റെ അദാലത്താണ്, എൻ്റെ വസ്തുവിൻ്റെ അദാലത്താണ്. 2 സെൻറ്റ് സ്ഥലം അടുത്ത മാസം മാർച്ചാണ്. അപ്പോൾ ഇന്ന് അദാലത്തിൽ പങ്കെടുക്കണമെന്ന് എന്നെ ബാങ്ക് വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ബാങ്കിൽ പറഞ്ഞത് ഒരു കള്ളമാണ്. എനിക്കിന്ന് ഒരു ടെസ്റ്റുണ്ട്, എനിക്ക് ആ ടെസ്റ്റിന് പോകണം.
അതുകൊണ്ട് ഞാൻ ആരെങ്കിലും വിട്ടാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഒന്നിൽ ഭാര്യ വരണം അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളാരെ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അനിയനെ വിടാം എന്ന് പറഞ്ഞു. എനിക്ക് അനിയനില്ല, ഒരാൾ മരിച്ചുപോയി. അപ്പോൾ എനിക്ക് അതിനേക്കാൾ വലുത് എൻ്റെ അമ്മമാരെ കാണണമെന്നുള്ള ആഗ്രഹമുള്ളതാണ്. ഞാൻ ഇത് എൻ്റെ കൂട്ടുകാരെ ഓട്ടോ ഡ്രൈവറെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ പോയോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ അമ്മ മാതാവ് എന്നെ എല്ലാത്തിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളും എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട്